റിപ്പോർട്ടുകളിലേക്ക് വിശദമായി. നാളെ ദോഹയിൽ ഇറാനുമായി ചർച്ചകൾ നടക്കുമെന്ന് ട്രംപ്. ഇറാൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ചർച്ചയെന്നും ട്രംപ്. സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാദ് കുഷ്നർ എന്നിവർ ദോഹയിലേക്ക്. എന്നാൽ അമേരിക്കയുമായി ചർച്ച തീരുമാനിച്ചിട്ടില്ലെന്ന് ഇറാനെ അനുനയിപ്പിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ. ഗൾഫ് മേഖലയിൽ 6 ലക്ഷത്തോളം അമേരിക്കൻ സേന ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് US സെൻട്രൽ കമാൻഡ്. ചർച്ച വഴിമുട്ടുകയോ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയോ ചെയ്താൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. $6 ബില്യൺ ഉടൻ ഖത്തറിൽ നിന്ന് തിരികെ ലഭിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ആണവ വിഷയത്തിലെ പുരോഗതി നോക്കി മാത്രം ഫണ്ട് കൈമാറ്റുമെന്ന് അമേരിക്കയും അറിയിച്ചു. MCA നാസർ വിശദാംശങ്ങളുമായി. MCA, നാളെ ദോഹയിൽ ഒരു നിർണായക ചർച്ച നടക്കാനിരിക്കുകയാണ്. ആ ചർച്ചയിലെ അജണ്ടകൾ എന്തൊക്കെയായിരിക്കും? എങ്ങനെയാണ് ഇപ്പോൾ ദോഹയിൽ വെച്ചൊരു ചർച്ചയ്ക്ക് സാഹചര്യം ഉരുത്തിരിഞ്ഞത്? സൈഫുദ്ദീൻ, 2 ദിവസം നീണ്ട രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾക്കൊടുവിൽ പിന്നിട്ട് 48 മണിക്കൂറുകൾ ഹോർമുസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി ശാന്തമാണ്. ഈ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഖത്തറും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിയ നീക്കത്തിനൊടുവിലാണ് അമേരിക്കയും ഇറാനും ഖത്തറിൽ ഒത്തുചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ നേരിട്ടുള്ള ഒരു ചർച്ചയില്ല എന്നും തങ്ങളുടെ സംഘം നാളെ തന്നെ ദോഹയിലെത്തുമെന്നും അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ അത്തരമൊരു ചർച്ചയോ ഇറാൻ ദോഹയിലേക്കുള്ള ഒരു യാത്രയോ ഇല്ലെന്ന ഒരു നിലപാടായിരുന്നു ഇറാൻ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അല്പം മുമ്പ്, മിനിറ്റുകൾക്ക് മുമ്പാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ പ്രസ്ഥാനം വന്നിരിക്കുന്നത്. തങ്ങളുടെ സംഘം നാളെ ദോഹയിലെത്തുന്നുണ്ട്. പക്ഷെ അമേരിക്കൻ സംഘത്തിന്റെ വരവുമായിട്ട് തങ്ങളുടെ സംഘത്തിന്റെ സന്ദർശനത്തിന് യാതൊരു ബന്ധവുമില്ല. കാരണം 14 ധാരണാപത്രത്തിൽ ഏതൊക്കെ രൂപത്തിൽ ആ വ്യവസ്ഥകൾ നടപ്പാക്കാൻ സാധിക്കും എന്നത് സംബന്ധിച്ച് മധ്യസ്ഥ രാജ്യം എന്ന നിലയ്ക്ക് ഖത്തറുമായി ചർച്ച ചെയ്യുന്നതിനാണ് തങ്ങളുടെ സംഘം നാളെ ദോഹയിൽ എത്തുന്നതെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. സംഘത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് ഔദ്യോഗികമായിട്ട് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ കലിബാഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും സംഘത്തിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതേസമയം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നാളെ തന്നെ സാങ്കേതികതല ചർച്ച ദോഹയിൽ നടക്കുമെന്നും അത്തരമൊരു ചർച്ചയ്ക്ക് ഇറാനാണ് സന്നദ്ധത അറിയിച്ചതെന്നും വ്യക്തമാക്കിയിരുന്നു. അതുമാത്രമല്ല, ആ ചർച്ച വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കൂടിയായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇതിനെ ഒരിക്കലും തന്നെ ഇറാൻ ശരിവെക്കുന്നില്ല. തങ്ങളുടെ യാത്ര എന്നത് ഈ വ്യവസ്ഥകൾ, പ്രധാനമായിട്ടും തങ്ങൾക്ക് തിരികെ ലഭിക്കേണ്ട $12 ബില്യൺ ആസ്തികൾ സംബന്ധിച്ച കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഹോർമുസിൽ തങ്ങളുടെ പരമാധികാരത്തിന് വിരുദ്ധമായിട്ടുള്ള അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടി മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നാണ് ഇറാൻ നേതൃത്വം വിശദീകരിക്കുന്നത്. എന്തായാലും ഈ ഇരു വിഭാഗത്തെയും നാളെ ഖത്തറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നത് തന്നെ മധ്യസ്ഥ രാജ്യങ്ങളുടെ വലിയ നേട്ടമാണ്. പക്ഷെ അതേസമയം തന്നെ ഹോർമുസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്ത് നിലപാടുകൾ സ്വീകരിക്കുമെന്നത് പ്രധാനമായിരിക്കും. കാരണം 2 സേനകളും ഏത് സാഹചര്യം നേരിടാനും സജ്ജമായിട്ട് നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ആ പിരിമുറുക്കം പരമാവധി കുറയ്ക്കാനും 14 വ്യവസ്ഥകൾ, ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ വളരെ ഫലപ്രദമായിട്ട് എങ്ങനെ നടപ്പാക്കാൻ സാധിക്കും എന്നതുകൂടിയായിരിക്കും പാകിസ്ഥാൻ, ഖത്തർ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ട് ഇത് സംഘവും ചർച്ച ചെയ്യുക. അമേരിക്കയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ വൈറ്റ് ഹൌസിന്റെ ഉപദേശകനും ട്രംപിന്റെ മരുമകനുമായിട്ടുള്ള ജാറദ് കുഷ്നർ എന്നിവർ ഉൾപ്പെടുന്ന സംഘവും മിക്കവാറും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ദോഹയിൽ എത്തുമെന്നാണ് ലഭ്യമാവുന്നത്. കാരണം ഈ കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇത്തരമൊരു സന്ദർശനവും പരോക്ഷമായിട്ടാണെങ്കിലും ഒരു ചർച്ചയ്ക്ക് അവസരം ഒരുങ്ങുന്നു എന്നത് മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയിരിക്കുന്ന കഠിനാധ്വാനത്തിന്റെ വിജയമായിട്ടാണ് കാണുന്നത്. മേഖലയിലെ എല്ലാ രാജ്യങ്ങളും ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ